ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ഇനി നമുക്ക് വരാനിരിക്കുന്ന 2026 നോട്ടിഫിക്കേഷൻസ് ആണ്. അതിന് മുന്നേ നമുക്ക് എന്താണ് 2026 നിരവധി എക്സാംസ് ആണ് നമുക്ക് വരുന്നത്. ഇപ്പം ഡിഗ്രിയിലെ ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കാറ്റ് വരുന്നുണ്ട്, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ, SBCID, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, നിരവധി എക്സാംസ് ആണ് നമുക്ക് വരുന്നത് അല്ലേ. അതുപോലെ ഇപ്പോൾ 10th നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ വില്ലേജ് ഫീൽഡ് വരുന്നുണ്ട്, ബെവ്കോ, ഇതെല്ലാം തന്നെ നമുക്ക് നിരവധി എക്സാംസ് നമുക്ക് വരികയാണ് ഈ പറയുന്ന 2026. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളാം. എന്താണ്, ടൈം ഇല്ല നമുക്ക്. ഓൾറെഡി നമുക്ക് 2026 കലണ്ടർ, നമ്മുടെ എക്സാം കലണ്ടറൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. എക്സാം എപ്പോഴാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്താണ്, മെയ് ജൂലൈ ആ ഒരു ടൈമിലാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഇനി അധികം ടൈം ഒന്നും പോകില്ല. ഇപ്പൊ എല്ലാം തന്നെ എക്സാംസ് പെട്ടെന്നാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മെയില് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ടൈം കളയാതെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. മെന്റർഷിപ്പ് ആവശ്യമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. MINPSയുടെ നിരവധി കോഴ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മിസ്സുമാരെല്ലാവരും നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട ടൈമും അതുപോലെ എത്ര ടൈം നിങ്ങൾക്ക് എന്താണ്, ഒരു ഫ്രീ ആയിട്ട് എത്ര ടൈം വേണം, ഒരു റിഫ്രഷ്മെന്റ് വേണം, ഇതെല്ലാം നമ്മളുടെ പഠനത്തിന്റെ ഭാഗമാണ്. അതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടൈം ടേബിൾ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ MINPSയുടെ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 2026 എക്സാംസ് ഇപ്പം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം എന്താ പറയുക, ചിലർക്ക് മിസ്സായിട്ടുണ്ടാകാം. ഇപ്പം എനിക്ക് പല തിരക്കുകൾ കാരണം ഇപ്പം തന്നെ ചില എക്സാംസ് എഴുതാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളവർ ഒട്ടും സങ്കടപ്പെടേണ്ട. 2026 നിരവധി നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 10th ലെവൽ ആണെന്നുണ്ടെങ്കിൽ വേരിയസ് LDC ആണ് നമുക്ക് വരുന്നത്. പക്ഷേ LGS എന്ന് പറയുന്നത് എന്താണ്, 7th ആണ്. അത് 7ാം ക്ലാസ് പാസ്സായവർക്കാണ് നമുക്ക് വരുന്നത്. പക്ഷെ എന്താണ്, ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മളുടെ LDC ആകുമ്പോൾ 10th ലെവൽ എക്സാം ആണ് നമുക്കത് വരുന്നത്. പിന്നെ ലാബ് അസിസ്റ്റന്റും 10th ലെവൽ എക്സാം ആണ് വരുന്നത്. ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിൽ നമുക്ക് എന്താണ് ഇത് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അടുത്ത ഏതാ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, +2 ലെവൽ എക്സാം ആണ്. അത് നമ്മളുടെ എന്താണ് CPO, WCPO, CEO, അതുപോലെ എന്താണ് ഫയർമാൻ, ഫയർ വുമൻ, ഇത്ര എക്സാംസും നമുക്ക് ഈ പറയുന്ന 2026 പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. എന്താണ്, +2 കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ വരാനിരിക്കുകയാണ്. ഇനി ടീച്ചിങ് നോട്ടിഫിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ LPSTയും UPSTയും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പോൾ BEd കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്താണ് കേട്ടറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഇതെല്ലാം നോട്ട് വെച്ചുള്ള ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ തന്നെ നമുക്ക് എന്താണ് ഈ വർഷം നമുക്ക് വരാൻ വേണ്ടി പോകുന്നതാണ്. പിന്നെ ഡിഗ്രി ലെവൽ എക്സാം നമ്മളുടെ എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ഇത് നമ്മളുടെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്ന നമ്മളുടെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അതിലേക്കുള്ള നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് വരുന്ന എക്സാം വരുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള എക്സാമും നമുക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മളുടെ എക്സാം ഒക്കെ വന്നു പോകും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഇതിപ്പം ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അല്ല, ഇനി അപ്പം പഠിച്ചാൽ പോരെ എന്നുള്ള ചിന്തയുള്ളവരാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞേക്കാം. എന്താണ്, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് എന്താണ് ഈ പറയുന്ന 2026 ഇപ്പോൾ എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ അടുത്ത വർഷം ജോലിയാണ്. അപ്പോൾ അതുപോലെ 2026 നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് 2027 എക്സാം ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്താണ് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഈ റാങ്ക് ലിസ്റ്റിൽ വരണം, നമുക്ക് ജോലി വേണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. അതിനുവേണ്ടി MINPS ഒരുപാട് എക്സാംസിൻ്റെ നമ്മളുടെ ഒരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് എന്തുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിലും ബെവ്കോ ആണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കമ്പൈൻ ചെയ്തിട്ടുള്ള ബാച്ച് നമ്മൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ പറയുന്ന ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു മെന്റർഷിപ്പ് ആണ്, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു മോട്ടിവേഷൻ ആണ്, എല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും RH005 എന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങളിത് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് MINPSയുടെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഈ കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. മെന്റർഷിപ്പോ അല്ലെങ്കിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ടൈം ഒട്ടും നമുക്ക് കളയാനില്ല.
2026 വരാൻ പോകുന്ന ഒരുപാട് എക്സാംസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് പോലും ടൈം കളയാതെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ആൾ.